പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങളും ഈരാറ്റുപേട്ട നഗരസഭയും പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിച്ച വിഭവ സമാഹരണ കേന്ദ്രവും PDP നേതാക്കൾ സന്ദർശിച്ചു. ദുരിതബാധിത മേഖലയിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ ഫോഴ്സ് സംഘടനകളുടെ ക്യാപ്റ്റന്മാരെ PDP കേന്ദ്ര കമ്മിറ്റി അംഗം MS നൌഷാദ് ഷാൾ അണിയിച്ച് ആദരിച്ചു. നേതാക്കളായ നിഷാദ് നടക്കൽ, PK അൻസിം, PS സഫറുള്ള, അൻസർ ഷാ കുമ്മനം, ഷിഹാബ് കാഞ്ഞിരപ്പള്ളി, ഫരീദ് പുതുപ്പറമ്പിൽ, നൌഫൽ കിഴീടം, മുജീബ് മഠത്തിൽ, കാസിം കുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. നമ്മുടെ നാട്ടിൽ നടന്ന ഈ പ്രളയത്തിൽ ജീവഹാനി വരെയും സംഭവിക്കാവുന്ന ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് നാട്ടിലെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ്, പക്ഷേ ഫയർഫോഴ്സോ പോലീസോ എത്തുന്നതിന് മുമ്പ് ഈ നാടിന്റെ വ്യാപ്തിയും ഈ നാടിന്റെ തോടിന്റെ വിസ്തൃതിയുമൊക്കെ വലിച്ചറിയുന്ന 3 സംഘടനകളാണ് ടീം റെസ്ക്യൂ ഫോഴ്സും ടീം എമർജൻസിയും നന്മക്കൂട്ടവും. അതിൽ നമ്മൾ ഈ 3 ഗ്രൂപ്പിലെയും അതിന്റെ ലീഡർമാരെ നമ്മുടെ പാർട്ടിയുടെ PDPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം MS നൌഷാദ് ഒന്ന് സ്വീകരിക്കുകയാണ്. അതിന് ഈരാറ്റുപേട്ടയിലുണ്ടായ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഒരു പ്രളയകാലത്തേക്കാൾ ഉപരി അതിശക്തമായ ഒരു വെള്ളപ്പൊക്കം ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ ഇന്ന് വരെ ദർശിക്കാത്ത രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിനെ ഏതായാലും ഈ നാട്ടിലെ ജനങ്ങൾ കയ്യും മെയ്യും മറന്ന് ഒന്നിച്ചു നിന്നതിന്റെ ഫലമായി അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഈ നഗരസഭയുടെയും പൗരാവലിയുടെയും ഈ ക്യാമ്പിൽ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു കൂട്ടായ്മ കാണാൻ കഴിഞ്ഞത്. ഇത് നിഷാദുമായിട്ട് സംസാരിക്കുമ്പം അതിവിടെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടീം എമർജൻസി, ടീം റെസ്ക്യൂ, പിന്നെ അതുപോലെ തന്നെ ഒരു കൂടെ ടീം നന്മക്കൂട്ടം, അങ്ങനെ 2-3 ആ ഒരു ടീമിന്റെ കൂട്ടായ പ്രവർത്തനമൊക്കെ എത്ര പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും മതിയാകാത്ത കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള ഒരു ആപത്ഘട്ടങ്ങൾ വരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട്, സ്വന്തം ജീവനും സാഹചര്യങ്ങളും മറന്നുകൊണ്ട് മനുഷ്യനെ സംരക്ഷിക്കാനും ജീവൻ നിലനിർത്താനും രക്ഷപ്പെടുത്താനും ഉള്ള ഒരു ശ്രമം നടത്തിയ ആ നന്മക്കൂട്ടങ്ങളെയൊക്കെ വളരെ സ്നേഹപൂർവ്വം ആ ടീമുകളെയൊക്കെ ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുകയാണ്. അവർക്ക് ഞങ്ങൾ എല്ലാവിധ ഭാവുകങ്ങളും കൊടുക്കുകയാണ്. ഈരാറ്റുപേട്ട ഒരു പുതിയ ഒരു ഊരാറ്റുപേട്ടയായി ഉയർന്നു വരട്ടെ എന്നുള്ള ഒരു ചിന്തയും പ്രാർത്ഥനയുമാണ് ഞങ്ങൾക്കുള്ളത്. കൃത്യമായ അഭിനന്ദനങ്ങളും സ്വാഗതം ഞാൻ ആദ്യം അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വാങ്ങേണ്ടത് ഈ നിൽക്കാമത്തും ചെറുപ്പക്കാരായ ആളുകളാണ്. ഞാൻ കോർഡിനേറ്റർ മാത്രമാണ്. ഈ പിള്ളേരുടെ തുറവുകൊണ്ട് ധൈര്യമുള്ള കാര്യങ്ങളാണ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേരാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അവസരം എന്ന് പറഞ്ഞാൽ നന്ദി പറയാം. 2 രാഷ്ട്രീയമായി പറയുന്നത്. ഒന്ന്, നമ്മുടെ കാരക്കാട് ചെറുപ്പക്കരക്കരെ ഒരു ഉമ്മായും പാപ്പായും ഒരു മകളും അവരുടെ കുട്ടിയും അവർ 3 മണിക്ക് എല്ലാവരും അവർ വിചാരിച്ചു നിമിഷങ്ങൾക്കകം ഏകദേശം ഒരു അരമണിക്കൂറിൽ കഷ്ടപ്പെട്ട് വെള്ളമുണ്ട്. അവർ ഈ ചിമ്മിനിയുടെ മുകളിൽ കയറി നിവൃത്തിയില്ല. അപ്പോഴാ ടീം റെസ്ക്യൂ ഫോൺ വരുന്നത്. ആ സെക്കൻഡിൽ പ്രിയപ്പെട്ട അനസും പ്രിയപ്പെട്ട ആരിഫും പ്രിയപ്പെട്ട നൌഷാദ് ഉൾപ്പെടെ ആളുകൾ പാതിരായി ഓടി നമ്മുടെ വണ്ടിയുമായിട്ട് പോയി വനം ഒരു സ്ഥലത്തിലെത്തി. അപ്പുറത്തെ ആ വീട്ടിലെ ജനങ്ങളുടെ മുകളിൽ വടം കെട്ടി ഒരു സാധനം 2,000-3,000 സാധനം ഞങ്ങൾക്കുണ്ട്. ആ സാധനം വെച്ചിലെത്തി ഓരോരുത്തരെത്തി ഞങ്ങൾ പ്രവർത്തകമായി നീണ്ടുകയും അവർ തള്ളി കരക്കേറ്റിയ സാഹചര്യം ഉണ്ടായി. അതൊരു വിഷയം. മറ്റൊന്ന് പറയുന്നത്, അമ്പാറ താഴെ ഒരു വീട്ടിൽ 3 സ്ത്രീകൾ മാത്രം അകപ്പെട്ടു പോയി. ഞങ്ങളുടെ ആളുകൾക്ക് ഫോൺ വന്ന് നമ്മൾ അവിടെ എത്തി. നമ്മൾ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട്